This 5-year-old Naisa Mole, running around without a care in the world, probably doesn't remember what happened a year ago. She and her mother Jasila are the only ones from their family who survived the terrible night of July 30th, 2024, when the landslides hit Wayanad in Kerala. Naisa Mole's father and two sisters and her maternal uncle's family all died that night. ഒരു മണിയാകുമ്പോഴാണ് സംഭവം നടന്നത്. ഉപ്പാൻ്റെ ഏട്ടനും ഭാര്യ മക്കളൊക്കെ രാത്രി 1 മണിയാകുമ്പോൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നിരുന്നു. അപ്പോൾ അവർക്ക് കിടക്കാനുള്ള ഇത് വിരിച്ചു കൊടുക്കുകയായിരുന്നു. ഞാൻ ചായയൊക്കെ കൊടുത്ത് പായിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം വന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് കിടക്കുന്ന റൂമിലേക്ക് ഹസ്ബൻഡും മോളും ഒന്നിച്ചാണ് കിടന്നിരുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ ഓടിപ്പോയി പുഴയെക്കൂടെ പൊട്ടി വരുന്നുണ്ട് തോന്നുന്നത്. നീക്കി കയറിയിട്ടാണ് ഞാൻ റൂമിലേക്ക് പോയത്. പക്ഷെ പെട്ടെന്നാണ് അടുത്തുനിന്ന് ശബ്ദം കേട്ടത്. എനിക്ക് ഉറപ്പായി പെരമ്മക്കൂടെ എന്തെയോ സംഭവിക്കുകയാണെന്ന്. വേം കട്ടിൽ കയറി മോളെ വേം എടുത്ത് കൈ പിടിച്ച് അപ്പോഴേക്കും വെള്ളം അടിച്ച് തെറിപ്പിച്ച് എല്ലാവരെയും കൊണ്ടുവരുന്നു. വീട് പൊളിഞ്ഞൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എല്ലാവരും ഒന്നിച്ച് ഒലിച്ചു പോവുക ചെയ്തത്. കുറച്ച് താഴെത്തിയപ്പോൾ വെള്ളം തെറിപ്പിച്ചൊരു സൈഡൊക്കെ ഇട്ട്. അപ്പോഴും മോളിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നീറ്റപ്പോഴേക്കും വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് വെറും എന്താ പറയുക ചെളിയും കല്ലും മരങ്ങളും മാത്രമായി. പിന്നെ അവിടുന്ന് നീറ്റ് ഓടുക ചെയ്തത് മോളെ കൊണ്ട്. After the tragedy, Naisa Mole became a media favorite thanks to her meeting and sweet interaction with Prime Minister Narendra Modi at the relief camp she lived in with her mother. So much so that the child is very fond of Modi Papa, as she calls the Prime Minister. പിന്നെന്താ കാട്ടിയത്? പിന്നെന്താ ചെയ്തത്? അപ്പൊ ആരായാലും മീഡിയക്കാരായാലും ഒക്കെ ആ ഒരു ഇത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രധാനമന്ത്രി തലവിളിച്ച മോൾ എവിടെ ചോദിച്ചിട്ട്. അപ്പം മോളും ഇത് കേട്ട് ഇപ്പോൾ എവിടെ ഒരു ഫ്ലെക്സ് കണ്ടാലും ഉറക്ക ബസ്സിലാണെങ്കിലും മോള് വിളിച്ചു പോകും മോദിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഉറക്ക വിളിച്ചു പോവുക ചെയ്യാം മോദിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട്. എവിടെ കണ്ടാലും മനസ്സിലാവും. But the struggles of the mother-daughter pair haven't ended despite the attention. ആ വാർഡിൽ ഒരു 6 പേർക്കാണ് പ്രധാനമന്ത്രിയെ കാണാൻ അവസരം തന്നിരുന്നത്. അതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം പ്രധാനമന്ത്രി ഞങ്ങൾ കട്ടിലിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും മോള് വേഗം എണീറ്റ് വന്ന് നമസ്തേ പറഞ്ഞു. അപ്പം പിന്നെ അവർ വേഗം കൈ കൊടുത്തപ്പോൾ മോളും വേഗം കൈ ഷെയ്ക്കാൻ്റെ കൊടുത്തു. അങ്ങനെ മോളെ ചേർത്ത് പിടിച്ച് മോള് വേഗം എന്താ നല്ല പരിചയമുള്ള ഒരാളെ പോലെ വേഗം താടിയിലൊക്കെ തലോടി അവരോട് ചേർന്ന് നിന്ന്. പിന്നെ കൂടെയുള്ളവർ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, ആരൊക്കെ പോയി ഏതൊക്കെയാണെന്നൊക്കെ അവർ ചോദിച്ച് കാരണം നിങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ പ്രധാനമന്ത്രിയോട് നിങ്ങൾക്ക് സംഭവിച്ചതൊക്കെ അവരോട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ പറയണമൊക്കെ കൂടെയുള്ളവർ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെന്താ പറയണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല. പക്ഷെ അവരെ മുഖഭാവം കണ്ടപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കും കൂടെ ഉണ്ടാകും എന്നൊക്കെയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. For Jasila, who lost everything in the landslide, Naisa Mole is her entire world. A year after the tragedy, Jasila and Naisa Mole are among the group of people still waiting for a chance to build their lives anew.